ട്രെയിനിങ് എന്ന് പറയാമോ? ഈ ഈ പഠിക്കാനുള്ള അത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ IAS പ്രിപ്പറേഷൻ എന്ന് പറയാമോ? എങ്ങനെയാണിത്? കാരണം ഞാനിപ്പോൾ ഒരുപാട് പേരെ കാണാറുണ്ട്, അവരുടെയൊക്കെ ജീവിതം കുളമാവും. കാരണം ഇവർ IASന് വേണ്ടി 2-3 വർഷം കളയും, പക്ഷെ ഇവർക്ക് ആർക്കും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് അവർക്ക് മറ്റൊരു കരിയറിൻ്റെ സ്പേസ് പോകും, വർഷങ്ങൾ നഷ്ടപ്പെടും. അനേകം പേരുണ്ട്, മിടുക്കരാണ്. അവർക്ക് അതിന് ആ ഒരു പ്രശ്നത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരത്തൊക്കെ ഈ കുറംകോണത്തൊക്കെ ചെന്ന് ഒരുപാട് പിള്ളേരെ കാണാറുണ്ട്. ആ പിള്ളേർക്ക് വർഷങ്ങളോളം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, പക്ഷെ ഇവർക്ക് കിട്ടാറില്ല. വളരെ കുറച്ച് പേർ കിട്ടാറുള്ളൂ. അപ്പോൾ എന്താണ് ആ ഒരു പിള്ളേരെ എങ്ങനെയാണ് ഇത് ഈ കരിയർ നഷ്ടപ്പെടാതെ സിവിൽ സർവീസ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പരീക്ഷിച്ച് എങ്ങനെയാണ് ആ പ്രതിസന്ധി ഒന്ന് കൈകാര്യം? ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഈ പരീക്ഷ ശരിക്കും ഒരു 3 അറ്റംപ്റ്റിൽ കൂടുതലൊന്നും എഴുതാൻ വರ್ತല്ല. കാരണം നമ്മളൊരു പ്രൊഫഷണൽ ഗ്രാജുവേറ്റാണ്. നമുക്ക് നല്ലൊരു ഗവൺമെൻറ്റിന് പുറത്ത് വേറൊരു കരിയറും എടുക്കാമെന്നുണ്ടെങ്കിൽ പരമാവധി ഒരു 2 വട്ടം 3 വട്ടം. ഞാനൊക്കെ അതീവ ഭാഗ്യവാന്മാരാണ്. ഒരു കൊല്ലം പോലും നഷ്ടപ്പെടുത്താതെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാഗും പെറുക്കിയാണ് എടുത്ത് കെട്ടിക്കൊണ്ടാണ് മസൂറി അക്കാഡമിയിലേക്ക് പോകുന്നത്. 24-ാമത്തെ വയസ്സിൽ പരീക്ഷ എഴുതുന്നു, 25-ൽ ഞാൻ സർവീസിൽ വരുന്നു, 25 ഇയേഴ്സ്. അപ്പം 37 കൊല്ലം വരെ സർവീസ് കിട്ടുന്ന ആൾക്കാർ എൻ്റെ ബാച്ചിലുണ്ട്. 22 വയസ്സ് 23-ാമത്തെ വയസ്സിൽ വന്ന കക്ഷികളുണ്ട്, ഡിഗ്രി കഴിഞ്ഞ ശേഷം തന്നെ. അതൊക്കെ ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവ്നെസ് ഉള്ള കാൻഡിഡേറ്റ്സാണ്. ഇതിൽ ഞാൻ പറയുന്നത് 2-3 അറ്റംപ്റ്റിൽ കൂടുതൽ എഴുതാതിരിക്കുക. പിന്നെ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നമ്മളുടെ ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, റീസണിങ് സ്കിൽസ് ഒന്ന് അസസ് ചെയ്തിട്ട് ഇതിനകത്ത് ഇറങ്ങുക. കാരണം ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷനാണ്. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പം മലയാളത്തിൽ താത്വികമായിട്ട് മലയാളത്തിൽ വേണം എല്ലാ പേപ്പറും എഴുതാം, പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ട്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ല് എബവ് ആവറേജ് അല്ലെങ്കിൽ ഇത് പരിശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. എഴുത്തിനൊരു ഒഴുക്കില്ലെങ്കിൽ, ഭാഷ ആവിഷ്കരിക്കാൻ ഒരു ഒഴുക്കില്ലെങ്കിൽ ഈ പരീക്ഷയിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വല്ല സയൻസ് സബ്ജക്ട്സ്, മാത്സ്, ഫിസിക്സ് ഒക്കെ എടുത്ത് അതിനകത്ത് ഉസ്താദാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്ത് വരാം. എന്നാലും നമുക്ക് ജനറൽ എസ്സേ എഴുതണ്ടേ. അതുപോലെ പൊതുവിജ്ഞാന പേപ്പേഴ്സ്, ജനറൽ സ്റ്റഡീസ് 2 പേപ്പറുണ്ടല്ലോ, അവിടെ എല്ലാം തന്നെ ഒരു കാര്യം ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അത് അസസ് ചെയ്യുക. പിന്നെ വളരെ വൊറേഷ്യസ് ആയിട്ട് വായിക്കുന്ന ആൾക്കാരായിരിക്കണം. സബ്ജക്റ്റ് തന്നെയും, അതായത് പ്രിസ്ക്രൈബ് സിലബസിന് പുറത്തോട്ട് പോയി ജേർണലുകളൊക്കെ ഹണ്ട് ചെയ്ത് കാര്യങ്ങൾ. കാരണം ഇതൊരു മത്സര പരീക്ഷയല്ലേ. ഇപ്പോൾ സയൻസിൽ തന്നെ ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എഴുതാത്തത് നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് അഡ്വാൻറ്റേജ്, ക്രെഡിറ്റ്സ് കിട്ടുന്നത്. പിന്നെ അതിനകത്ത് കുറേ ഭാഗ്യമുണ്ട്.